സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ചാനൽ അവതാരികയെ, റിപ്പോർട്ടർ ചാനൽ അവതാരികയുടെ ചർച്ചകളിലേക്ക് AKG സെന്ററിൽ നിന്ന് ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകരെ പറഞ്ഞിരിക്കുന്ന അവിടുത്തെ സഖാക്കളെ ഉണ്ടല്ലോ, അവരെ പിടിച്ചിട്ട് ആദ്യം 2 വർത്തമാനം പറയേണ്ടത്. എൻ്റെ സുഹൃത്തുക്കളെ പറഞ്ഞയക്കരുത്, അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഒരു ക്രെഡിബിലിറ്റി. കാരണം ഒരു കാര്യം പറയാൻ പോലും ഒരു മാന്യമര്യാദയ്ക്ക് ഒരു ചർച്ച നടത്തുമ്പോൾ അതിനെ പഠിച്ചു വന്ന് സംസാരിക്കുക എന്നല്ല അവർക്കുള്ള ആകെ ലക്ഷ്യം. അവർക്കാകെ VD സതീശൻ മേനോനെ എങ്ങനെയെങ്കിലും ന്യായീകരിക്കുക. അദ്ദേഹം എന്ത് വൃത്തികേടും ചെയ്തു കഴിഞ്ഞാലും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്, പക്ഷെ എന്ത് വൃത്തികേട് ചെയ്തു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കുക. ഒന്നെങ്കിൽ പച്ചയ്ക്ക് പാർട്ടിയെ പുറത്തൊക്കെ തെറി വിളിക്കുക, പോയി പണിയൊക്കെ എന്ന് പറയുക, എനിക്ക് ഉത്തരം പറയാൻ മനസ്സില്ല എന്ന് പറയുക. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുന്ന തരത്തിലേക്ക് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക അധപ്പതിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു മാധ്യമ പ്രവർത്തക, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കാൻ പാടില്ല ഒരു മാധ്യമ പ്രവർത്തക എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്മൃതി പരുത്തിക്കാടിനെ കാണാം. നോക്കൂ, ഒരു ചാനൽ ചർച്ചയിലേക്ക് വരുമ്പോൾ തങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ചിട്ട് അതിന്റെ പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും എന്തൊക്കെയാണ് അതിന്റെ ശരികളെന്നും ആ ശരികൾക്കിടയിൽ ഒരു പക്ഷെ തെറ്റ് എന്ന് പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും, ഇനിയിപ്പോൾ മഹാ തെറ്റ് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, ആ തെറ്റിൻ്റെ ഉള്ളിൽ ന്യായീകരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് മാത്രം പറയുക. ഇനി ന്യായീകരിക്കാൻ ഒട്ടുമേ ഇല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. തെറ്റ് സംഭവിച്ചിരിക്കുന്നു, അത് തെറ്റ് തന്നെയാണ്, ഇപ്പോഴത്തെ സാമൂഹ്യ പരിസ്ഥിതിയിൽ അത് തെറ്റ് തന്നെയാണ് എന്നാണ് നമുക്ക് പറയേണ്ടത്. നോക്കൂ, ഞാനിപ്പോൾ തുടക്കത്തിൽ കാണിച്ചത് അവരുടെ ഒരു പെർഫോമൻസ് ആണ്. അതും ഏതെങ്കിലും ഒരു CPMന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ നേതാവിനോടല്ല, സ്വന്തം പ്രവർത്തകരുമായിട്ട് ഒരു ചർച്ച മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇവർ ആക്രോശിക്കുന്നത്. ഇവരിത് തുടക്കം മുതലേ തുടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ഇവിടെയുള്ള ഈ ഇലക്ഷന്റെ തുടക്കം മുതലേ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഈ ഒരു അവതാരിക CPMകാരായിട്ടുള്ള ആളുകൾക്ക് സംസാരിക്കാൻ കൃത്യമായിട്ടുള്ള സമയം കൊടുക്കാതിരിക്കുക, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് കയറിയിട്ട് എന്തെങ്കിലും വാക്കുകൾ പറയുക. ആ വാക്കുകൾ പലപ്പോഴും അലോസരപ്പെടുത്തുന്ന വിധത്തിലായിരിക്കും. നമ്മളൊരു പോയിന്റ് പറയുമ്പോൾ ആ പോയിന്റിനെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലായിരിക്കും, അല്ലെങ്കിൽ അവഹേളിക്കുന്ന തരത്തിലായിരിക്കും. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്ന ഇവർ നയിക്കുന്ന ചർച്ചയിലേക്ക്, അറ്റ്ലീസ്റ്റ് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഈ സ്ത്രീ നയിക്കുന്ന ചർച്ചയിലേക്കെങ്കിലും ആ AKG സെന്ററിൽ നിന്ന് ഒരാളെയും വിടുന്നില്ല എന്ന് തീരുമാനിച്ചാൽ കഴിയാവുന്ന പ്രശ്നമേ ഉള്ളൂ, അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തിനാണ് അവിടെ പോയിരുന്നിട്ട് അവരുടെ വർത്തമാനം മാത്രം കേട്ടു പോരേണ്ട ഗതികേട്ടിലേക്ക് പോകുന്നത്? നമുക്ക് പറയാനുള്ള പോയിന്റ് പറയാനുള്ള സമയം തരുന്ന ചാനലുകൾ ഉണ്ടെങ്കിൽ ആ ചാനൽ ഉള്ളിലേക്ക് ചെല്ലാം. അവിടെ നമുക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് സമാധാനപരമായിട്ട് പറയാം. വഴക്കടിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഇതിന്റെ ഭാഗമായിട്ട് റേറ്റിംഗ് കൂട്ടുക എന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ കാര്യം പറയാൻ സാധിക്കും. സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടർ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുക എന്നത് മാത്രമായിരിക്കും ഒരുപക്ഷെ ലക്ഷ്യം. ഇതോടുകൂടിയിട്ട് ഇന്നലെ ആ ഒരു ചർച്ച മാത്രം കണ്ട ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലായിരിക്കും സ്മൃതി പരുത്തിക്കാടിന്റെ. അറ്റ്ലീസ്റ്റ് ഇവരുടെ ഒച്ചും ബഹളവും ഇവരുടെ വഴക്കുകളും ഇവരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ചില ആളുകൾ അപ്പുറത്തുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള വിരുന്നൊരുക്കുക മാത്രമാണ് സ്മൃതി പരുത്തിക്കാടിന് ചെയ്യാനുള്ളത്. നോക്കൂ, നമുക്കിവിടെ മുമ്പിലേക്ക് കാണാൻ കഴിയുന്നത് അരുൺകുമാറുമായിട്ടുള്ള ചർച്ചയാണ്. സോറി, ഒറ്റ മിനിറ്റ്, എവിടെ അത്? അരുൺകുമാർ മാത്രമായിട്ടുള്ള ചർച്ചയാണ്. ഇത് നോക്കിയേ, ആർഗ്യുമെന്റിനെ ഞാൻ പറയുന്നത്. സ്മൃതി ഇപ്പൊ പറഞ്ഞ ഈ പോയിന്റിൽ ഈ ഇടതു സർക്കാരിന്റെ കാലത്തെ കരിമണൽ ഖനന നയവുമായി ബന്ധപ്പെട്ട എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവർ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയിരുന്നിട്ട് they are creating something, a drama, you know. നോക്കൂ, എന്താണ് ഇങ്ങനെ കാണിച്ചത്? ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറയുന്നത് ഇവരവിടുത്തെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. ഒരു എക്സിക്യൂട്ടീവ് എഡിറ്ററാ പറയുന്നത് ഞാൻ നിങ്ങളെ ചർച്ചയിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിപ്പോകുന്നത്. ഇത് ഏതെങ്കിലും CPMന്റെയോ കോൺഗ്രസിന്റെയോ BJPയോ വക്താക്കള് അവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ, ഇവർ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്ന ആളുകളാണ് ഇതൊക്കെ പറയുന്നെങ്കിലൊക്കെ അതിലൊരു രസമുണ്ട്. ഇതല്ല, ഈ ചെറിയ കുട്ടികൾ വഴക്കടിക്കുമ്പോൾ ഞാൻ ഇല്ല ഇനി കളിക്കാൻ, എനിക്ക് ബോൾ തന്നില്ല, എനിക്ക് ബാറ്റ് തന്നില്ല, എനിക്ക് ആ ബോൾ തട്ടാനേ പറ്റിയില്ല, ഞാൻ ഇല്ലേ കളിക്കാൻ എന്ന് പറഞ്ഞിട്ട് തെറ്റിപ്പോകുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
എന്തിനാണ് ഇവരെ ചർച്ചയിലേക്ക് ഈ സഖാക്കൾ വന്നിരിക്കുന്നത് നോക്കിയേ. സ്മൃതിയല്ല, ആ സ്മൃതി ആർഗ്യുമെന്റിനെ ഞാൻ പറയുന്നത്. സ്മൃതി ഇപ്പൊ പറഞ്ഞ ഈ പോയിന്റിൽ ഈ ഇടതു സർക്കാരിന്റെ കാലത്തെ കരിമണൽ ഖനന നയവുമായി ബന്ധപ്പെട്ട എന്ത് വ്യത്യാസമാണ് വ്യത്യാസം? ബ്ലാക്ക് മൈൻ ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഇടതു സർക്കാരിന്റെ നയത്തിൽ നിന്ന് മനോരമയുടെ വാർത്ത എന്തും നയ വ്യത്യാസമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? പറയൂ. കണ്ടില്ലേ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇനി ഇത് മാത്രമല്ല, അടുത്ത നോക്കി. അപ്പുറത്തെ UDF വേണ്ടി സ്മൃതിയും ഞങ്ങളൊരു കാര്യം നിങ്ങളൊക്കെ ഒരൊറ്റ കണ്ണുകൊണ്ട് കാര്യങ്ങൾ കാണുന്നുള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ രണ്ടുപേരോടും ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ അർഹതയുള്ള ചോദ്യങ്ങളാണോ പ്രതിപക്ഷത്ത് വരുന്നത് എന്ന ചോദ്യം ഉറപ്പായിട്ടും പ്രതിപക്ഷത്തോടും ഉണ്ടാകും. അപ്പുറത്തെ UDF വേണ്ടി കണ്ടില്ലേ, കൃത്യമായിട്ട് VS സുനിൽകുമാർ അടക്കമുള്ള ആളുകളൊക്കെ എന്താണ് സ്മൃതി പരുത്തിക്കാടിന്റെ സ്റ്റാൻഡ് ഒരു ചർച്ചയിൽ UDF വേണ്ടി സംസാരിക്കുക. ഇവർക്ക് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സ്മൃതീശൻ എന്ന് പറയുന്ന ഒരു പേര് കൂടിയുണ്ട്. അതൊരു അവഹേളനമാണെന്ന് എനിക്ക് അറിയില്ല. എന്തുകൊണ്ടാണ് സ്മൃതീശൻ എന്ന് വിളിക്കുന്നത്? സ്മൃതി പരുത്തിക്കാട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തി VD സതീശനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ സ്മൃതീശൻ എന്ന് പറയുന്ന ഒരു പേര് കൂടി വിളിക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പൊ VS സുനിൽകുമാറാണ് ഈ പറഞ്ഞത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു UDF അനുഭാവിയാണ്, സതീശന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നു. ഇനി വേറൊരു വീഡിയോ നോക്കൂ. ഞാൻ പറയട്ടെന്ന് നിങ്ങൾ പറയുമ്പോ ഇടപെടുന്ന എന്തിനാണ്? പോയിന്റിലേക്ക് വരുമ്പോ ഇടപെടുന്ന എന്തിനാണ്? നിങ്ങൾ ഒരു പോയിന്റിലേക്ക് വരുമ്പോ നിങ്ങൾ ഇടപെടുന്ന എന്തിനാണ്? കണ്ടില്ലേ, VS സുനിൽകുമാർ ചോദിക്കുന്നത് അതാണ്. ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? ഞാനിത് പറഞ്ഞു തീർക്കട്ടെ, എനിക്കിത് പറഞ്ഞു തീർക്കാൻ ഒരു അനുവാദം തരൂ എന്നുള്ളതാണ്. ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ സംസാരത്തെ ഖണ്ഡിക്കുന്ന വിധം ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലോ നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് സ്മൃതി പരുത്തിക്കാടിനറിയാം. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ നഷ്ടപ്പെടുമെന്ന് സ്മൃതി പരുത്തിക്കാടിനറിയാം. അതും കണ്ടേക്കൂ. അപ്പോ ഈ പറയുന്ന രീതിയിൽ മദ്യത്തിന്റെ ഞാൻ പറയുന്നത് ഒരാൾ സംസാരിക്കലേ സുനിൽ, എനിക്ക് പോയിന്റ് കിട്ടുന്നില്ല. ഇതിങ്ങനെ ശരിയല്ല. ഒരാൾ പോയിന്റ് മുന്നോട്ട് വെക്കാൻ നിൽക്കുമ്പോൾ അതിനിടെ കൂടി പറഞ്ഞാൽ എങ്ങനെയാണ്? കണ്ടിന്യൂറ്റി നഷ്ടപ്പെടില്ലേ? ഞാൻ സുനിലിൽ ഇടപെട്ടില്ലല്ലോ. എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ സുനിൽ പറഞ്ഞോളൂ, ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ. ഇത് ശരിയല്ല കേട്ടോ. കാരണം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവർക്കിത് പറയാൻ പറ്റുന്നില്ല, അവർക്കിതുമായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, സുനിലെ മിണ്ടാതിരിക്കുമെന്ന് സ്മൃതി പരുത്തിക്കാടക്കം അവിടെ സംസാരിക്കുകയാണ്. അപ്പോ ഇങ്ങനെയൊക്കെ അവർക്ക് അറിയാം. അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് CPM പ്രതിനിധികൾ വന്ന് ചർച്ചയ്ക്കിരിക്കുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഇടപെടുന്നത്, അവർക്ക് സംസാരിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുന്നതെല്ലാം. ഇനിയും കണ്ടോക്കൂ, ഇത് അടുത്തത്. ഞാൻ എത്തുകയാണെങ്കിൽ എനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ല. തോന്നിവാസം പറയരുത്, കേട്ടല്ലോ. ഞാൻ 10-25 വർഷമായി പണിയെടുക്കുന്നു. എനിക്ക് നിങ്ങളുടെ ശീലമില്ല. നിങ്ങളുടെ ക്യാപ്സൂൾ വിതരണം എവിടെയൊക്കെയാണെന്ന് കൃത്യമായി എനിക്കറിയാം. അഡ്വക്കേറ്റ് അരുൺകുമാർ, നിങ്ങളുടെ ക്യാപ്സൂൾ വിതരണം, ക്യാപ്സൂൾ വിഴുങ്ങിയവർ, ഇവിടെ പറഞ്ഞ വാദങ്ങൾ, ഇവിടെ പൊളിഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. അഡ്വക്കേറ്റ് അരുൺകുമാർ, അത്തരം പ്രയോഗങ്ങളായിട്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കണ്ടില്ലേ, അത്രയ്ക്ക് എന്താ പറയാ, ഇരുന്ന് സംസാരിക്കുന്ന ഒരാൾക്ക് ആ സംസാര രീതി മാന്യമര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം. നോക്കൂ, ഇവളെ പണ്ടേ പിടിച്ച് പുറത്താക്കണം, അല്ലെങ്കിൽ സഖാക്കൾ ഇവളിരിക്കുന്ന ചാനൽ പോകരുത്, ഒറ്റപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ഇതല്ലേ CPM ചെയ്യേണ്ടത്? ചർച്ച നടത്തുന്നത് സ്മൃതി പരുത്തിക്കാടോ? ഞങ്ങളില്ല. അവർക്ക് മാന്യമര്യാദയ്ക്ക് ചർച്ച നടത്താൻ അറിയില്ല, അല്ലെങ്കിൽ ചർച്ച നടത്താൻ ക്ഷണിച്ചുകൊണ്ടിരുത്തിയ വ്യക്തിയോട് ഏറ്റവും നീതിപൂർവമായിട്ട് ഇടപെടുവാനോ സംസാരിക്കാനോ അവർക്ക് അറിയില്ല. അവർ വായി തോന്നിയത് എന്തൊക്കെ വാക്കുകളാണോ അതപ്പണ്ട് വിളിച്ചു പറയുകയാണ്. അത്തരത്തിലുള്ള ചില വാക്കുകളൊക്കെ കേട്ടിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കും. അവർക്ക് സന്തോഷിക്കാൻ പറ്റും. ഒരുപക്ഷെ ഇത്തരം വാക്കുകളൊക്കെ വരുന്ന സമയത്ത് റേറ്റിംഗ് കൂടിയേക്കാം. അപ്പോൾ വെറും റേറ്റിംഗ് കൂട്ടാനും മറ്റും മാത്രമായിട്ട് ഇവർ നടത്തുന്ന ഇത്തരം വാഗോചാടങ്ങൾക്ക് ഇടയിലേക്ക് കയറി കുത്തിരുന്നിട്ട് അവർക്ക് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ CPMകാരെ എന്തിനാണ് ആ ഒരു ഓഫീസിൽ നിന്ന്, CPMന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞയക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാതെ കേട്ടോ. മിണ്ടാതെ കുത്തിരുന്ന പോലെ ഈ പാർട്ടിക്കാർക്ക്. ഞങ്ങൾ ആ ഭാഗത്തേക്കില്ല. നിങ്ങൾ ചർച്ച നടത്തുക എന്താ ചൈക്കോളി. നിങ്ങൾ തന്നെ കുറച്ച് VD സതീശിന്റെ കുറച്ച് ആൾക്കാരെ, VD സതീശിനെ എതിർക്കുന്ന കുറച്ച് കോൺഗ്രസ്സുകാരെ തന്നെ
ഉണ്ടല്ലോ, സ്വാഭാവികമല്ലേ. അപ്പോൾ വി ഡി സതീശനെ അനുകൂലിക്കുന്ന കോൺഗ്രസ്സുകാർ, വി ഡി സതീശനെ എതിർക്കുന്ന കോൺഗ്രസ്സുകാർ, അങ്ങനെ കുറച്ച് പേരെ കുത്തിരുന്ന് ഇനി കുറച്ച് ബി ജെ പിക്കാരും അത് വി ഡി സതീശനെ അനുകൂലിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവരെ കണ്ട് വെച്ചിരുന്നിട്ടൊന്ന് ചർച്ച നടത്തിക്കൊള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് സ്മൃതി പരുത്തിക്കാട് അവിടെ രാജാവായിട്ട് വിളങ്ങിക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്തായാലും നമ്മൾ പറയേണ്ട സംഗതി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. പറ്റെങ്കിൽ കേട്ടാൽ മതി. ബൈ.